പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു പ്രസംഗമല്ല, വഅദ് തീരെയല്ല, ഒരു കഥ പറച്ചില. പക്ഷേ കഥയല്ല, ചരിത്രമാണെന്ന് മാത്രം. അപ്പോൾ വിഷയം പഠിക്കുക, ആ നിലക്ക് ശ്രദ്ധിച്ചാൽ കാര്യമുണ്ടാവും. പ്രസംഗത്തിൻ്റെ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അതിവിടെ ഉദ്ദേശിക്കുന്നുമില്ല. ഇന്നലെ നമ്മൾ ആമുഖം മാത്രം പറഞ്ഞു, ചരിത്രത്തേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ഒക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് വിഷയത്തെ സമീപിക്കാം. ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളും. പക്ഷെ അത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതായതുകൊണ്ട് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ മറ്റൊരു സമയത്ത് വിഷയത്തിലേക്ക് കടക്കാം. ചരിത്രം പറയാൻ എല്ലാവർക്കും ഇഷ്ടം പോലെ ആ ചരിത്രം നമുക്കൊക്കെ അറിയാം. പക്ഷെ അതല്ല വിഷയം. ചരിത്രത്തിൻ്റെ ഓരോ ദിശകളും പറയുമ്പോൾ നമുക്ക് ആ ചരിത്രം തരുന്ന പാഠമെന്ത് എന്ന് വിലയിരുത്തുമ്പോഴേ അത് ഫലപ്രദമാവും. പക്ഷെ അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷമുള്ള ഇസ്ലാമിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ചരിത്ര പുരുഷന്മാരിൽ നിന്നും ഏതാനും ചില ആളുകളെ ലഘുവായി പരിചയപ്പെടുക എന്നതാണ് നാം തിരഞ്ഞെടുത്ത വിഷയം. പിന്നെ സമയം അനുകൂലമാണെങ്കിൽ വിശാലമായി വിഷയങ്ങൾ പോകും. ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച അംബിയ മുർസലുകൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാ ഉള്ള മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ആദ്യത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ധാരാളം അറിയാം. പക്ഷെ എന്നാലും പോരാ. ഇസ്ലാമിൻ്റെ ഇന്നത്തെ നിലനിൽപ്പ് മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകത്തു നിന്നും റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങിയതിന് ശേഷം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച, ഇത്രമാത്രം മുസ്ലിം സമുദായത്തിന് വേണ്ടി സേവനം ചെയ്ത മറ്റൊരു വ്യക്തിത്വം ലോകത്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രായോഗിക രൂപമാണ് ഖുലഫാഉൽ അർബഅത്ത് എന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അത് നാം അടിവരയിട്ട് മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൻ്റെയും ഖുർആനു ഷരീഫിൻ്റെയും പ്രായോഗിക ഇസ്ലാം, അതാണ് ഖുലഫാഉൽ അർബഅത്തിൻ്റെ ജീവിതം. യഥാർത്ഥത്തിൽ മദീന ഷരീഫിൽ 10 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ഭരണവും നടന്ന കാലഘട്ടവും അനന്തരം ഖുലഫാഉർ റാഷിദുകളുടെ 30 വർഷവും ഉൾക്കൊള്ളുന്ന 40 വർഷമാണ് ഇസ്ലാമിൻ്റെ നഖചിത്രം. അതിൽ രീതിയില്ല, രൂപമില്ല, അടിസ്ഥാനമില്ലെങ്കിൽ അത് പിന്നെ ഇസ്ലാം അല്ല. ഈ 40 കൊല്ലത്തെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ തനി പകർപ്പ്. അഥവാ ഖുലഫാഉർ റാഷിദുകൾ ഒന്നും കൂട്ടിക്കൊടുത്തതല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്ന സുന്നത്തിലൂടെ ഇസ്ലാമിനെ മുസ്ലിം ലോകത്തിന്, ലോക ജനതയ്ക്ക് സമർപ്പിച്ചു പോയത്, അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കണം, ലോകത്ത് അതെങ്ങനെ സമർപ്പിക്കണം, ലോകത്തിന് അതെങ്ങനെ അനുഭവമായി കാണിച്ചു കൊടുക്കണം എന്ന് 30 കൊല്ലം കൊണ്ട് ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദുകൾ അതിവിടെ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു നിർത്താതെ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ചവരും സന്മാർഗത്തിലൂടെ ചരിച്ചവരും ആ സന്മാർഗത്തിന് വഴിവെട്ടി തെളിയിച്ചവരുമായ ഖുലഫാഉർ റാഷിദുകളുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കണം എന്ന് പറയാൻ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്ത യഥാർത്ഥ ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കുകയും അത് നിലവിൽ വരുത്തുകയും
അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തത് ഇവരായത് കൊണ്ടാണ്. അതപ്പോൾ രണ്ട് സുന്നത്തും ഒന്ന് തന്നെയാണ്. അപ്പോൾ വിഷയത്തിലേക്ക് ഘട്ടം ഘട്ടമായി നമുക്ക് കടന്നു വരാം. ആദ്യമായി ആരാണ് ഈ സിദ്ദീഖുൽ അക്ബർ? വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കൊന്ന് കയറി ചെന്നുകൊണ്ട് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. അത് പലപ്പോഴും നടക്കാത്തതാ. ഭരണകാര്യം പലപ്പോഴും നമുക്കറിയാം. ഇവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു എന്ന വ്യക്തിയാണ് ആദ്യം നാം ചർച്ചാ വിഷയമാക്കുന്നത്. അനന്തരം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ജീവിച്ച ഇസ്ലാമിക ജീവിതം, അനന്തരം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 2 വർഷവും 3 മാസവും ഏതാനും ദിവസവും മാത്രം നീണ്ടുനിന്ന ഹ്രസ്വമായ അവിടുത്തെ ഖിലാഫത്ത് കാലം. ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുമ്പോഴേ വിഷയത്തിനൊരു അടുക്കും ചിട്ടയും കിട്ടുള്ളൂ. പഠിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ, ഉസ്താദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, അവരെ പറ്റിയല്ല പറയുന്നത്, സാധാരണക്കാർക്ക് ഇതൊരു ഫലപ്രദമാവട്ടെ എന്ന നിലക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയപ്പെടുന്നത് അബൂബക്കർ ബിൻ അബി ഖുഹാഫ എന്നാണെങ്കിലും യഥാർത്ഥ നാമം അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ എന്നാണ്. ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫ അബ്ദുല്ലാഹി ബിൻ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിങ്ങനെ അമ്പരന്ന് നിൽക്കും, അങ്ങനെ ഒരാളെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് ഉപ്പ വെച്ച സാക്ഷാൽ നാമം അബ്ദുല്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ പക്ഷേ അറിയപ്പെടുന്നത് അബൂ ഖുഹാഫ എന്ന പേരിലാണ്. ഈ അബൂ ഖുഹാഫ ബനൂ തൈം ഗോത്രം. ബനൂ തൈം എന്ന് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട മുറത്തിൻ്റെ പരമ്പരയിലൂടെ വരുന്ന പാരമ്പര്യമാണ്. മുറത്തിൻ്റെ മകൻ സഅദ് എന്നാണ് പറയുന്നത്. സഅദിൻ്റെ മകൻ കഅബ്. ഈ കഅബിൻ്റെ പുത്രരായിട്ട് അമ്രിൻ്റെ മകൻ ആമിർ. ഈ ആമിറിൻ്റെ പുത്രരാണ് ഉസ്മാൻ എന്ന അബൂ ഖുഹാഫ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ മുറത്ത് എന്ന പേരിലാണ് ബന്ധപ്പെടുന്നത്, അഥവാ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അതൊന്ന് ഊന്നി പറയാൻ കാരണം നിങ്ങളെ സംബന്ധിച്ച് അത് ചർച്ചയുള്ള വിഷയമല്ല. ലോകത്ത് ഷിയാക്കൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും ഖുറൈശികളല്ല. അതുകൊണ്ട് തന്നെ അൽ അയിമ്മത്തു മിൻ ഖുറൈശ് എന്ന ലോകപ്രസിദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഇമാമുകൾ, ഭരണാധികാരികൾ ഖുറൈശികളാവണം എന്ന് പറയുമ്പോൾ ഈ 2 പേരും ഖുറൈശികളല്ല, അതുകൊണ്ട് അവരുടെ ഖിലാഫത്ത് സഹീഹല്ല എന്ന് ഷിയാക്കൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഖുറൈശ് എന്ന് പറയുന്നത് നളിർ മുതൽക്ക് ഇങ്ങോട്ടാണ്. നളിറിൻ്റെ എത്രയോ ശേഷം വരുന്ന ആളാണ് മുറത്ത്. മുറത്തിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവർ ഖുറൈശികളാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ ആർക്കും തർക്കമില്ല. അതിന് ഇവർ നടത്തുന്ന ഒരു കൃത്രിമം, ഖുസൈൻ്റെ സന്താന പരമ്പരയ്ക്ക് മാത്രമേ ഖുറൈശി എന്ന് പറയൂ എന്നാണ് ഷിയാക്കൾ പറയുന്നത്. പക്ഷേ ചരിത്ര പണ്ഡിതന്മാരിൽ ആരും ആ വാദത്തെ ശരിവെക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ മുറത്തിൽ നിന്നിട്ട് പോന്ന് ഉസ്മാൻ എന്നവരിൽ, ഈ ഉസ്മാൻ എന്നവർ ബനൂ തൈം ഗോത്രത്തിലെ പ്രമുഖനാണ്. അദ്ദേഹം സ്വന്തം പിതൃപുത്രിയെ തന്നെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. സൽമ ബിന്ത് സഹർ എന്നാണ് അവരെ പറയാം. ഇത് ഉസ്മാൻ എന്ന അബൂ ഖുഹാഫയുടെ പിതൃവ്യൻ്റെ പുത്രിയാണ്. അപ്പം വാപ്പ വഴിയും ഉമ്മ വഴിയും ബനൂ തൈം വംശജരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. ബഹുമാനപ്പെട്ട സൽമ എന്ന ഉമ്മുൽ ഖൈർ ഉമ്മ ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിശ്വസിച്ച സത്യവിശ്വാസികളിൽപ്പെട്ടവരാണ്. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതാവ് 13 കൊല്ലം ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വന്തം പുത്രൻ സിദ്ദീഖുൽ അക്ബറും പ്രവർത്തിച്ചെങ്കിലും
ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കൽ വളരെ വ്യസനത്തോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ പിതാവ് ഇതുവരെയും ഹിദായത്തിൻ്റെ വെളിച്ചം ലഭിക്കാത്തവരാണ്. അദ്ദേഹം ആ നിലക്ക് കടന്നു പോകുന്നത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറം ദുഃഖകരമാണ്. അതുകൊണ്ട് അങ്ങ് എൻ്റെ പിതാവിൻ്റെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അവിടുന്ന് വുദൂ ചെയ്ത വെള്ളം അല്പം എനിക്ക് ദാനമായി നൽകുകയും വേണം. ആ വെള്ളം വാപ്പ കുടിച്ചാൽ അങ്ങ് ഉപയോഗിച്ച വുദൂവിൻ്റെ വെള്ളം എൻ്റെ വാപ്പയുടെ അകത്തെത്തിയാൽ അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടുമെന്നത് ഉറപ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വുദൂ ചെയ്ത ആ ഷറഫാക്കപ്പെട്ട മുബാറക്കായ വെള്ളം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈവശം കൊടുത്തയച്ചു. വീട്ടിൽ ചെന്നു. സന്തോഷത്തോടു കൂടി, നിധി കിട്ടിയ സന്തോഷത്തോടു കൂടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നത്. ഈ വെള്ളം വാപ്പ കുടിച്ചു കഴിഞ്ഞാൽ ഹിദായത്ത് കിട്ടും, അദ്ദേഹം മൂമിനായിത്തീരും, എന്നേക്കും നരകത്തിൽ കടന്നു വരാൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വർഗീയ ലോകത്ത് ഉയരാൻ പോവുകയാണ്. വാപ്പയുടെ ഹിദായത്തിൽ സന്തോഷത്തോടു കൂടി വന്നുകൊണ്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, വാപ്പ അങ്ങ് ഈ വെള്ളം കുടിക്കണം. എന്താണോ വെള്ളം? അല്ല, അത് നിങ്ങൾ കുടിക്കണം. എന്ത് വെള്ളമാ അത്? എൻ്റെ അഷ്റഫുൽ ഖൽഖായ എൻ്റെ പ്രിയപ്പെട്ട തിരുദൂതർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്ത മുബാറക്കായ വെള്ളമാണ്. ഈ വെള്ളം അങ്ങ് കുടിക്കണം. അന്ന് മുശ്രിക്കായ അദ്ദേഹത്തിന് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുമല്ല എന്ന് തന്നെയല്ല, അയാൾ ശുദ്ധ മുശ്രിക്കാണ്. വീട്ടിൻ്റെ ഒരു റൂം ആരാധനാലയമായി വെച്ച് അതിൽ ബിംബത്തെ വെച്ച് പൂജിക്കുന്ന മനുഷ്യനാണ്. അങ്ങേയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവമതിച്ച് അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ മാതാവ് ഉമ്മുൽ ഖൈറിന്റെ മൂത്രമാണെങ്കിൽ ഞാൻ കുടിക്കുമട, നിന്റെ മുഹമ്മദിന്റെ വുദൂ ചെയ്ത വെള്ളം എനിക്ക് വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ 100 ആറ്റം ബോംബ് ഒന്നിച്ചു പൊട്ടിയ ആഘാതമാണ്. സഹിക്കാൻ കഴിയില്ല, ഒന്നങ്ങോട്ട് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ പക്വതയുള്ള മനുഷ്യനാണ്, വിവേകമുള്ള മനുഷ്യനാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്ത വെള്ളത്തെ സ്വന്തം ഭാര്യയുടെ മൂത്രത്തെക്കാൾ നീചമായി കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. യഥാർത്ഥ ഈമാനാണത്. യഥാർത്ഥ നിങ്ങളുടെ സമ്പൂർണ്ണ ഈമാനാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഭാര്യസന്താനങ്ങൾ, നിങ്ങളുടെ സ്വശരീരം ഉൾപ്പെടെ സകലതിനേക്കാൾ എന്നോട് മഹബത്ത് വരുമ്പോഴേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂ ചെയ്ത മുബാറക്കായ വെള്ളത്തെ അവമതിച്ചപ്പോൾ വാപ്പയാണല്ലോ പറഞ്ഞത് എന്ന് ചിന്തിക്കാനുള്ള പരിസരബോധം പോലും നഷ്ടപ്പെട്ട് ഒരൊറ്റ അടി കൊണ്ട് അദ്ദേഹം ഇരുന്നു പോയി. പിന്നെയാണ് ബേജാറായത്, പടച്ചോനെ അവിവേകമായി പോയല്ലോ, സംഗതി എന്തായാലും പ്രായമായ വാപ്പയല്ലേ. പിന്നെയാണ് ആലോചിച്ച് ഉടനെ ഓടിച്ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയി, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി. അങ്ങയുടെ ബറക്കത്താക്കപ്പെട്ട ആ വെള്ളത്തെ അവമതിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ വാപ്പയെ പ്രഹരിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുതായിരുന്നു, ചെയ്യരുതായിരുന്നു. അദ്ദേഹത്തെ അല്ലാഹുവിന്റെ ഹിദായത്തിലേക്ക് കൊണ്ടുവരും, നിങ്ങൾ സമാധാനപ്പെടുക. എന്നിട്ട് അദ്ദേഹത്തിന് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. വീണ്ടും ആ പ്രവർത്തനം തുടർന്നു വന്നു. പക്ഷേ അദ്ദേഹം നന്നായില്ല. ഹിജ്റ പോകുന്നത് വരെയും അങ്ങനെ തന്നെ. ഹിജ്റ പോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ആകെ ഉണ്ടായിരുന്ന ഇസ്ലാം മതം സ്വീകരിക്കുന്ന സമയത്ത് 40,000 സ്വർണ്ണ നാണയത്തിൻ്റെ മുടക്കുമുതലിൻ്റെ കച്ചവടക്കായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് കേവലം 5000 ദീനാർ മാത്രമാണ് ആകെ സമ്പാദ്യം. അതിൽ ഒരു അരക്കാശ് പോലും ഇവിടെ വെക്കാതെ മുഴുവനും കൊണ്ടുപോയി ഇവിടെ അള്ളാഹുവിലും റസൂലിനുള്ള വിശ്വാസമല്ലാതെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് പോലും വീട്ടിലില്ല. ഭാര്യ അവിടെയുണ്ട്, മക്കൾ അവിടെയുണ്ട് എന്നല്ല, മൂത്ത മകൾ അസ്മ, ചരിത്രത്തേക്ക് വരാം, മൂത്ത മകൾ അസ്മ പൂർണ്ണ ഗർഭിണിയാണ്. അവരുടെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പണത്തിന് ചെലവുണ്ടാവും. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ മുഴുവനും എടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ ഈ വിവരം അറിഞ്ഞ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്ന മഹാനായ അബൂ ഖുഹാഫ വടിയുടെ സഹായത്തോടെ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ വീട്ടിൽ വന്നു. അസ്മ എന്ന മൂത്ത പേരമകളോട് വലിയ സ്നേഹമാണ്. അടുത്ത് വിളിച്ചു, മോളെ
നിന്റെ ഉപ്പ പോയല്ലോ, ഞാൻ അറിഞ്ഞു. പോയതല്ല പ്രശ്നം, നിങ്ങൾ ഇവിടെ ഒറ്റക്കായല്ലോ, നിങ്ങൾക്ക് എന്താണ് ജീവിക്കാൻ മാർഗം? അവൻ കാശുമൊക്കെ കൊണ്ടുപോയോ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പാന്റെ മോള് തന്നെയായിരുന്നു അസ്മാ റളിയല്ലാഹു തആല. അവർ പറഞ്ഞു, ഉപ്പ നിങ്ങൾ ബേജാറാവണ്ട, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കാശ് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഉപ്പ പോയത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് വിശ്വാസം വന്നില്ല. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സാധാരണ മഹാനവറുകൾ പണം വെക്കുന്നൊരു പെട്ടിയുണ്ട്. ഈ പെട്ടിയിൽ നല്ല ചെറിയ ചെറിയ കല്ലും കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടി. കാരണം അന്ന് വെള്ളിയുടെയും പൊന്നിൻ്റെയും നാണയങ്ങളാ പണം, അല്ലാതെ അന്നത്തേക്ക് കടലാസല്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ണ് കാണാത്ത ഉപ്പാപ്പയെ കൊണ്ടുവന്ന് കൈ പിടിച്ചിട്ട് ഈ പെട്ടി തുറന്നിട്ട് പണപ്പെട്ടിയിൽ ഈ മൂടുന്ന തുണിൻ്റെ മോളെങ്ങനെ തൊടിയിച്ചു കൊടുത്തു. അപ്പം അടിയിൽ ഇങ്ങനെ എന്തോ തടയുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഓ പോയെങ്കിൽ പോട്ടെ, അവൻ എവിടെയോ പോട്ടെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഇവിടെ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ സമാധാനം എപ്പോഴും കണ്ണിന് കാഴ്ചയൊന്നുമില്ല. ആ രീതിയിൽ തന്നെ മഹാനവറുകൾ തുടർന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബം എല്ലാം ദിവസങ്ങൾക്കകം പോയി, മദീനയിലേക്ക് പോയി. പക്ഷേ അബൂ ഖുഹാഫ പോയില്ല, അദ്ദേഹം മക്കയിൽ തന്നെ താമസിച്ചു. അങ്ങനെ മക്കം ഫതഹ് നടക്കുന്ന ഹിജ്റ 8-ാം വർഷം മക്കം ഫതഹ് കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. 100 വയസ്സിൻ്റെ അടുത്തായിരിക്കുന്നു, കണ്ണിന് കാഴ്ചയില്ല, സ്വന്തം നടക്കാൻ സാധ്യമല്ല. ആ സമയത്തും ഇസ്ലാമതം സ്വീകരിക്കാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വീട്ടിൽ പോയി പിതാവിൻ്റെ കൈ പിടിച്ച് താങ്ങിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുവന്നിരുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് വേണ്ടിയിരുന്നില്ല, കാരണം നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. എന്തുകൊണ്ട്? നമുക്കാണല്ലോ ബന്ധം. അവർ വാർദ്ധക്യത്തിലെത്തിപ്പോയി. അതിൻ്റെ പുറമെ അമോശനും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപത്നി ആയിഷ ബീവിയുടെ ഉപ്പാപ്പയാണല്ലോ, അപ്പോൾ വലിയ മോശനാണ്. അങ്ങോട്ട് പോയി കാണാൻ ഉപ്പയുടെ സ്ഥാനമുണ്ട്, വാർദ്ധക്യവുമാണ്, നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് പറ്റില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാക്കൽ വരാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് എൻ്റെ വാപ്പയാണ്, അവർക്ക് കണ്ണിന് കാഴ്ചയില്ല, നടക്കാൻ പ്രയാസമുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിദായത്ത് ഇങ്ങോട്ട് വന്നിട്ട് സ്വീകരിക്കട്ടെ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് പിന്നെ ഹിജ്റ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഹിജ്റ പോയിട്ടില്ല, മക്കയിൽ തന്നെ താമസിച്ചു. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ വാർത്ത നാട്ടിൽ വലിയ ചർച്ചയായി ഒച്ചായി. ആ സമയത്ത് അബൂ ഖുഹാഫ അന്വേഷിച്ചു, എന്താണ് ഒരു ഒച്ചയും ബഹളവും, നാട്ടിലെന്തോ പുതിയ സംഭവിച്ചതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു, അവിടെ റഫീഖുൽ ആലയിലേക്ക് പോയിരിക്കുന്നു. അനന്തരം അദ്ദേഹം ചോദിച്ച ചോദ്യം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, അവിടുത്തെ പ്രതിനിധിയായി ആരെയാണ് മുസ്ലിങ്ങൾ തിരഞ്ഞെടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഇബ്നക്ക, നിങ്ങളുടെ പുത്രൻ മഹാനായ അബൂബക്കറിനെയാണ് ഖലീഫയായി തിരഞ്ഞെടുത്തത്. ഓഹോ, അങ്ങനെയോ? അപ്പോൾ ബനു ഹാഷിമുകാരും ബനു മുത്തലിബുകാരും അതൊക്കെ സമ്മതിച്ചോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അംഗബലം കൊണ്ട് ഖുറൈശികളെ ഏറ്റവും പ്രമുഖ 12 ഗോത്രങ്ങളുണ്ട് ഖുറൈശ്. അതിൽപ്പെട്ട അംഗബലം കൊണ്ട് വളരെ കുറവുള്ളതും എന്നാൽ പേരും പ്രശസ്തിയും ബഹുമതിയും കൊണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നതുമായ ഒരു ഗോത്രമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ അംഗബലമുള്ള ബനു തൈമുകാർ ഖലീഫയാകാൻ അംഗബലം കൊണ്ടും സ്ഥാനം കൊണ്ടും മേലെ നിൽക്കുന്ന ബനു ഹാഷിമുകാരും ബനു മുത്തലിബുകാരും സമ്മതിച്ചോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഓ, സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് അർഹൻ തന്നെ. കാരണം ഇസ്ലാം മതം ലോകത്ത് ഒന്നാമതായി പരസ്യമായി പ്രഖ്യാപിച്ച പുരുഷൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി 2 വർഷവും 3 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ അവിടെ ഇഹലോകവാസം വെടിഞ്ഞു. അന്നും അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്വത്ത് വിഹിതം വെച്ചപ്പോൾ പിതാവിൻ്റെ വിഹിതം എന്ന നിലക്ക് 1/6 അവകാശം അബൂ ഖുഹാഫക്കുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അത് ഊഹി വെച്ചു. എങ്കിലും അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് 100 വയസ്സിൻ്റെ മേലെയായി, എനിക്കെന്തിനും സ്വത്ത്? എൻ്റെ മകൻ പോയതിൻ്റെ അപ്പുറം എനിക്കിനി ഒന്നുമില്ല. എൻ്റെ മക്കളുണ്ട്, പേരമക്കൾ,
ആ സ്വത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നു, എനിക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തനിക്ക് അവകാശപ്പെട്ട 1/6 അംശം അവധി വീതം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾക്ക് മഹാനവറുകൾ നൽകുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ വാപ്പയും ഉമ്മയും. എന്നാൽ അവിടുത്തെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നാലോ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടക്ക് ഒരു ഹജ്ജിൻ്റെ മസല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ചരിത്രം പഠിക്കാത്തതിൻ്റെ കുറവാണ്. ഹജ്ജിൻ്റെ ഒരു മസല പറഞ്ഞ സമയത്ത് ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സമയത്ത് ഇഹ്റാം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. ഹജ്ജിന് പോകുന്ന സമയത്ത് ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചത്. അവർ പ്രസവിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ചെന്ന് മസ്അല ചോദിച്ചതിന് എന്ത് വേണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പോലെ അവരോട് കുളിക്കാൻ പറഞ്ഞു. എന്നിട്ട് രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായി കെട്ടാനും മറ്റെല്ലാവരും ഇഹ്റാം ചെയ്യുന്നത് പോലെ ഇഹ്റാം ചെയ്യാനും പറഞ്ഞു. അപ്പം നിഫാസ് ഉള്ള സമയത്ത് ഇഹ്റാം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നതിന് തെളിവ് അത് തന്നെയാണല്ലോ. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പോവുകയും മക്കയിലെത്തുന്നതിന് മുമ്പ് ഹൈളുണ്ടാവുകയും തവാഫും സയ്യും ചെയ്യാൻ നിവൃത്തിയില്ലാതെ 8 വരെ ദുൽഹജ്ജ് 8 വരെ നിന്നു. 8ൻ്റെ അന്ന് എല്ലാവരും ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പോവുകയാണ്. ആയിഷ റളിയല്ലാഹു തആല കരയാണ്. കരയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എനിക്ക് നിസ്കരിക്കാനായിട്ടില്ല, നേരത്തെ വന്ന ഉംറ തഹല്ലുലായിട്ടുമില്ല, എന്ത് ചെയ്യണം? പ്രശ്നമാക്കണ്ട, നിങ്ങൾ ഈ ഉംറയിലേക്ക് ഹജ്ജ് കൂടി ഉൾപ്പെടുത്തി ഖിറാൻ ചെയ്തോളിയത്. അങ്ങനെ ഹജ്ജ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിയ്യത്ത് ചെയ്തത് ഹൈളുള്ള ആയിഷ റളിയല്ലാഹു തആല. അപ്പോൾ ഹൈളുള്ള സമയത്ത് ഇഹ്റാം ചെയ്യുന്നതിനോ നിഫാസുള്ള സമയത്തോ ഇഹ്റാം ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പമില്ല എന്ന് ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പത്നിയിലൂടെയും മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രിയിലൂടെയും ഇസ്ലാം കാണിച്ചു കൊടുത്ത ഈ ചരിത്രം പറഞ്ഞപ്പം അദ്ദേഹം ദർശനത്തിലുണ്ടോയെന്ന് അറിയില്ല, ഏതായാലും നേതൃത്വം കൊടുക്കുന്ന ഒരു തഹസീലൊക്കെ ഉള്ള നല്ലൊരു ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞ് അസ്മ എന്ന് പറഞ്ഞ മകളല്ല ഉസ്താദെ, ഭാര്യയാണോ? എന്നതിൻ്റെ കുറവാണത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അന്ന് പിടിച്ചാൽ 4 ഭാര്യമാർ. 2 ഭാര്യമാർ ഇസ്ലാമിന് മുമ്പ് തന്നെ വിവാഹം ചെയ്തവരാ. 2 ഭാര്യമാര് ഇസ്ലാമിൽ വന്നതിന് ശേഷം മദീന ജീവിതകാലത്ത് വിവാഹം ചെയ്തവരാ. ഈ 4 ഭാര്യമാരിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മക്കളുണ്ട്. 4 ഭാര്യമാരിലായിട്ട് 6 മക്കളാ, 3 ആണും 3 പെണ്ണും. നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചാൽ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും കടപ്പാടുള്ള വ്യക്തിത്വമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. ആ ചരിത്രത്തിലേക്ക് വരുമ്പം അറിയാം. അപ്പം അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒന്ന് പഠിക്കണ്ടേ നമുക്ക്? നമ്മുടെ അറിവ് എത്ര പരിമിതമാണ്. 1ാമത്തെ ഭാര്യ ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ. ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ ജാഹിലിയ്യ കാലത്ത് വിവാഹം കഴിച്ചതാണ്. ഇവരിൽ 2 മക്കൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് ജനിച്ചിട്ടുണ്ട്. ഈ ഖുതൈലയിൽ ജനിച്ച മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു. മറ്റൊന്ന് അസ്മാ ബിന്ത് അബീ ബക്കർ. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന മകളും അബ്ദുല്ല എന്ന മകനും ഈ ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ചതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ കുടുംബം ഒക്കെ ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ ഖുതൈല ഇസ്ലാമതം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ പഴയ ജാഹിലിയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതുകൊണ്ട് അവരെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒഴിവാക്കി. ഹിജ്റ കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം മക്കയിൽ കഠിനമായ വരൾച്ചയും ദാരിദ്ര്യവും അനുഭവപ്പെട്ട സമയത്ത് ഖുതൈല എന്നവർ മദീനയിലേക്ക് വന്നു. ഇസ്ലാമതം സ്വീകരിച്ച് ഹിജ്റ വന്നതല്ല, മറിച്ച് ഖുറൈശികളിലെ പ്രമുഖനായ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു ആണ് മഹദിയായ അസ്മായിനെ കല്യാണം കഴിച്ചത്. അവർക്ക് സാമ്പത്തികമായി നല്ല അവസ്ഥയിലാണ്. അപ്പം സംഗതി എന്തൊക്കെയാണെങ്കിലും എൻ്റെ മകളാണല്ലോ, അവൾ നല്ല സുഖമായി സുഭിക്ഷമായി ജീവിക്കുന്നു, ഉമ്മയാവുന്ന ഞാൻ പട്ടിണിയിലാണ്, എന്തെങ്കിലും ചില സഹായം കിട്ടിക്കൂടായികയില്ല എന്ന പ്രതീക്ഷയോടുകൂടി മദീനയിൽ വന്നു. അവർ സ്വീകരിച്ചു, വീട്ടിലിരുത്തി. പക്ഷേ
ഉടനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ചെന്നു. തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മി ഖദ് അതതിനി താമിഅ. പ്രിയപ്പെട്ട ഹബീബായ നബിയെ, എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഖുത്തൈല എന്നിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ സമീപത്ത് വന്നിട്ടുണ്ട്. വഹിയ മുശ്രിക്ക. ഇപ്പോഴും അവർ മുശ്രിക്കത്ത് തന്നെ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അഫ അസിലുഹ, ഉമ്മ എന്ന നിലക്ക് അവൾക്ക് വല്ലതും ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം സിലി ഉമ്മക്കി. അതെ, ഉമ്മക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ദീനിനെതിരായി മുശ്രിക്കായ വാപ്പയും ഉമ്മയും മുഅ്മിനായിരിക്കുന്ന മകനോട് മകളോട് ഇസ്ലാം ദീനിനെതിരായി വല്ലതും കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമാ, അതനുസരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യാൻ, കുഫ്രിയത്തിലേക്ക് മടങ്ങിപ്പോകാൻ, അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചാൽ അതനുസരിക്കേണ്ടതില്ല. ആ നിലക്ക് ആദർശബന്ധമില്ല. പക്ഷേ ഉമ്മ തന്നെ, വാപ്പ തന്നെ, ഉമ്മയും വാപ്പയും മാറ്റിക്കൂടാ. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഭൗതിക കാര്യത്തിൽ അവരെ നല്ല നിലയിൽ അനുവർത്തിക്കണം. മരണം വരെ വാപ്പ തന്നെ, ഉമ്മ തന്നെ. അത് ഏത് ജാതിയായാലും, ഏത് മതമായാലും, ഏത് തരക്കാരനായാലും ഉമ്മക്കും വാപ്പക്കും മാറ്റമില്ല. അങ്ങനെ അവർക്ക് സമ്മാനം കൊടുത്ത് തിരിച്ചയച്ചു. മരണം വരെയും അവർ ഇസ്ലാം മതം സ്വീകരിച്ചതായ ചരിത്രമില്ല. ഇവരുടെ മക്കളാണ് ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഞാൻ നീട്ടി പറയില്ല, ചുരുക്കി പറയാം. ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ. അറിയല്ലോ, അമ്മായി സഫിയയെ പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, അത്രയും പ്രസിദ്ധയാ. 4 അമ്മായികൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശസ്തമായ അഭിപ്രായം. അതിൽ ആർക്കും തർക്കമില്ലാത്ത ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഇസ്ലാം മതം സ്വീകരണം. ഈ സഫിയ ബീവി അബ്ദുള്ള എന്നിവരുടെ നേർപെങ്ങളാണ്. അവരെ കല്യാണം കഴിച്ചിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ പത്നിയായ ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ നേരെ ആങ്ങളയാവുന്ന അവ്വാം ബിൻ ഖുവൈലിദ് ആയിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ അളിയന്റെ പുത്രൻ ഖദീജ ബീവിന്റെ നേരെ ആങ്ങള ഖുവൈലിദ് ബിൻ അവ്വാം. ഖദീജ ബിൻ ഖുവൈലിദാണല്ലോ. ഈ ഖുവൈലിദിന്റെ മകൻ അവ്വാം എന്നവരാണ് സഫിയ ബീവിയെ കല്യാണം കഴിച്ചിരുന്നത്, നബി തങ്ങളുടെ അമ്മായിയെ. അതിൽ ജനിച്ച പുത്രനാണ് ബഹുമാനപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു. ഈ അസ്മാ ബീവിയിലും അതുപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മകൻ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ മച്ചുനൻ, ഈ മച്ചുൻ്റെയും അളിയൻ്റെയും കൂടി മകനായ അമ്മായിയുടെ മകനുമാണ്, അളിയൻ്റെയും മകനാണ്. ഈ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന് മക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അവരിൽ പ്രശസ്തനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. കേട്ടിട്ടുണ്ടാവുമല്ലോ, ആർക്കും പരിചയമുണ്ട്. 10 കൊല്ലം ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് നടത്തിയ ഖുലഫായിൽപ്പെട്ട പ്രഗത്ഭനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. എന്നതല്ല അവരുടെ വലിയ പ്രത്യേകത, ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ പോറ്റുപുത്രനാക്കി. തൻ്റെ പേരിൽ ഉമ്മു അബ്ദില്ല എന്നാണ് അറിയപ്പെടുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വന്തം മക്കളില്ല. എല്ലാ ഭാര്യമാർക്കും കൂട്ടി വിളിക്കാൻ ഒരു പുത്രന്മാരോ പുത്രിമാരോ ഉണ്ട്, എനിക്കതില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അബ്ദുള്ള എന്ന നിന്റെ ഇത്താത്തായുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിലേക്ക് ചേർത്തി ഉമ്മു അബ്ദുള്ള എന്ന പേര് വിളിച്ചു. ആയിഷ റളിയല്ലാഹു തആല തന്നെ പഠിപ്പിച്ച് പോറ്റി വളർത്തി ആ വീട്ടിൽ വളർന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഞാൻ വഴിയെത്തിയല്ല, ഇതൊക്കെ കുടുംബങ്ങളാണല്ലോ, നമ്മൾ മനസ്സിലാക്കണമല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്ന സമയത്ത്, കുട്ടി എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആളയച്ചതനുസരിച്ച് അവിടുത്തെ കുടുംബം മദീനയിൽ വരുന്നത്. അക്കൂട്ടത്തിൽ പൂർണ്ണ ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹയും ഉണ്ടായിരുന്നു. യഹൂദികൾ ഒരു കള്ളപ്രചരണം നടത്തി, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട്, ഒരു കാരണവശാലും ഇനി ഒരു മുഹാജിരിയായ ഒരു മുസ്ലിമിന് കുട്ടി ജനിക്കൂല, മദീനത്ത് ജനിച്ചാൽ അത് ചാപ്പിള്ളയാകും എന്ന് പ്രചരിപ്പിച്ചു. അതിൽ ഇവർക്ക് വലിയ ബേജാറായി. കാരണം ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ സെഹറന്മാർ എക്കാലത്തും ജൂതന്മാരാ.
അപ്പൊ ഇവര് സിഹർ ചെയ്തിട്ടുണ്ടാവും, ഇനി മക്കൾ ജനിക്കൂല, അഥവാ ജനിച്ചാൽ ആ കുട്ടികൾക്ക് ജീവൻ ഉണ്ടാവില്ല. ഈ വേജാർ നിൽക്കുമ്പം മുഹാജിറുകൾക്ക് മദീനയിൽ വന്ന ശേഷം ആദ്യം ജനിച്ച കുട്ടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ. അസ്മാഇ എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളുടെ അബ്ദുല്ലാഹിബ്നു സുബൈർ ബിൻ അവ്വാമിൽ ജനിച്ച മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല. കുട്ടിയായാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് കൂടെ കൂടെ കൊമ്പ് വെക്കാറുണ്ടായിരുന്നു. അതിന്റെ കാരണം ഖൈബർ യുദ്ധത്തിൽ യഹൂദിയായ സൈനബ് എന്ന പേരിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷത്തിലൂട്ടിയ ആട് മാംസം സൽക്കരിച്ചു. ഈ മാംസം സൽക്കരിച്ചപ്പോ കൂടെയുണ്ടായിരുന്ന ബിശ്ർ ബിൻ മഅറൂർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു ഒന്നിച്ച് വെക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് ചൊല്ലി വായിൽ വെച്ചപ്പം, നബി തങ്ങൾ വായിൽ വെച്ചിട്ടേ സഹാബത്ത് വെക്കുള്ളൂ. ബിശ്ർ റളിയല്ലാഹു തആല അൻഹു വായിൽ വെച്ച് പെട്ടെന്ന് ചവച്ചിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെച്ച് ചവച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് അത് തുപ്പി. എന്നിട്ട് പറഞ്ഞു, ഈ ആട്ടിന്റെ കുറക് എന്നോട് സംസാരിക്കുന്നുണ്ട്, അത് മസ്മൂമത്താണ്, വിഷമിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആരും ഭക്ഷിക്കരുത് പറഞ്ഞു. അപ്പോഴേക്ക് 3 ആൾ ഭക്ഷിച്ചിരുന്നു, 3 ആളും വഫാത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കീപ്പോട്ട് ഇറക്കിയിട്ടില്ല, ചവച്ചിട്ടേ ഉള്ളൂ. എന്നാലും നിരന്തരം പല വർഷങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെക്കും. അതിന് ശേഷം കൊമ്പ് വെക്കൽ ഇതിനുള്ള നല്ലൊരു ചികിത്സാ രീതിയാണ്. അങ്ങനെ ഒരിക്കൽ കൊമ്പ് വെച്ചെടുത്ത രക്തം കുട്ടിയാവുന്ന അബ്ദുള്ള, ഇവിടെ വീട്ടിലാണല്ലോ വരുന്നത്, ആയിഷാ ബീവിയാണല്ലോ കുട്ടീനെ പോറ്റുന്നത്. അബ്ദുള്ളനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇന്ന് ഈ രക്തം മറക്കണം എന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്. കുട്ടി അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്നു. പുറത്തിറങ്ങി കുറച്ച് ദൂരത്ത് പോയിട്ടൊക്കെ നോക്കി, 4 ഭാഗത്ത് നോക്കി, ആരും കാണാനില്ല. കാണാനില്ലാത്ത സമയത്ത് എന്താക്കി, നേരെ അത് വായിലേക്ക് ഒഴിച്ചു. ഈ രക്തം അങ്ങനെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടി അങ്ങനെ തന്നെ കുടിച്ചു ഒക്കെ പാത്രമെല്ലാം വൃത്തിയാക്കി വായും തുടച്ചിട്ട് വന്നു. എന്ത് ചെയ്തോടാ വായിച്ചു, അത് വാറയിത്തു ഫീമക്കാനിൻ ലായറാഹു അഹദുൻ, ആരും കാണാത്തൊരു സ്ഥലത്ത് ഞാൻ മറച്ചു എന്ന്. അപ്പറച്ചിരി കേട്ടപ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, ഇതൻ ശരിബിത്തഹു, ഈ കുടിക്കേടാ വെച്ച് എന്നാണ് പറഞ്ഞത്. ഒരു നീണ്ട ചരിത്രത്തിലേക്ക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു രക്തത്തിൻ്റെ ഒരു പ്രത്യേകത മരണം വരെയും മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനുണ്ട്. മല്ലിട്ട യുദ്ധത്തിൽ 100 ആളുകൾ നേരിട്ട് വന്നാലും അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കീഴടക്കാനോ വെച്ച കാലടി പിന്നോട്ട് മാറ്റാനോ കഴിവുള്ള ഒരാള് അറബി ലോകം കണ്ടിട്ടില്ലായിരുന്നു. 100 ആള് സർവായുധരായ 100 ആള് ചുറ്റും നിന്നാലും ആ വെച്ച ചവിട്ടടി ഒന്നിട്ടി പിന്നോട്ട് ഒപ്പിക്കാനോ അദ്ദേഹത്തെ പരാജയപ്പെടും. അവസാനം ഷഹീദായത് തന്നെ എങ്ങനെ, ഷാമുകാരാവുന്ന സൈന്യങ്ങൾ നിരയായി വന്ന് മുന്നേറുമ്പോൾ ആരുമില്ല. അവസാനത്തെ ഘട്ടത്തിൽ എല്ലാവരും പിന്മാറി. ഒറ്റക്ക് പൊരുതി 10,000-ലധികം വരുന്ന സൈന്യത്തോട് ഒറ്റക്ക് പൊരുതുമ്പോൾ തൻ്റെ ആയുധവുമായി മുന്നേറുമ്പം ഷാമിലെ സൈന്യം നേരെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നാൽ വീണ്ടും അവർ വരും, അവർ വന്നാൽ വീണ്ടും. ഇങ്ങനെ വരുമ്പം മുകളിൽ അദ്ദേഹത്തിൻ്റെ അടിമകൾ കുറേ ഉണ്ട്. മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിൽ കയറി നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വലിയ ഇഷ്ടിക കഷ്ണങ്ങൾ എടുത്ത് ശത്രുക്കളെ എറിഞ്ഞുകൊണ്ടിരുന്നു അടിമകൾ. ഒരിക്കൽ ശത്രുക്കളുകൊണ്ട് നേരെ മുന്നേറി അവർ പിന്മാറിയപ്പോൾ പിന്നോട്ട് വരുന്ന സമയത്ത് ഒരടിമയുടെ ഏറ് അബദ്ധത്തിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയുടെ പിൻഭാഗത്തേറ്റ് ആ ഏറ് കൊണ്ടുകൊണ്ടാണ് താഴെ വീണത്. താഴെ വീണപ്പോൾ അവരെല്ലാവരും ഓടി വന്ന് പിന്നെ മഹാൻ അവർകളെ വധിച്ചു. അത് വേറെ വിഷയം. ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ അതുപോലെ തന്നെ ബസറയിലെയും കൂഫയിലെയും അമീറായിരുന്ന മുസ്അബ് ബിൻ സുബൈർ, അതുപോലെ തന്നെ ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഈ മഹാന്മാരൊക്കെ ഈ അസ്മാ ബീവിയിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന് ജനിച്ച മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയ മൂത്തച്ചി എന്നാ നമ്മളെ നാടൻ ഭാഷയെ പറയാം. പിന്നെ മറ്റേത് അടുത്ത മകൻ, ഈ ഖുത്തൈലയിൽ തന്നെ ജനിച്ച അടുത്ത മകൻ അബ്ദുള്ള. ഈ അബ്ദുള്ളനെ നമുക്ക് മറക്കാൻ പറ്റൂല. അബ്ദുള്ള ആദ്യകാലം മുതൽക്ക് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച മുമ്പന്മാരിൽപ്പെട്ട മഹാന. ഹിജ്റ പോകുന്ന സമയത്ത് സൗറിൽ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒളിഞ്ഞിരുന്ന സമയത്ത് രാത്രി ഇരുട്ടിയാൽ അബ്ദുള്ള എന്നവർ നടന്നു ചെല്ലും മലമുകളിൽ. അന്ന് നാട്ടിലുണ്ടായ ചർച്ചകളും അന്വേഷണങ്ങളും വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും.
സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ഫജ്ർ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു നടക്കും മക്കയിലേക്ക് തന്നെ. നേരം പുലരുമ്പോൾ മക്കയിൽ രാപ്പാർത്തവനെ പോലെ മക്കയിലുണ്ടായിരിക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ആളുകളുടെ ഒക്കെ ഇടപഴകും. ആളുകളുടെ ചർച്ചയും അന്വേഷണങ്ങളും നീക്കങ്ങളും ഒക്കെ കണ്ട് വരും. ഇങ്ങനെ 3 ദിവസവും രാവ് കാവലിരിക്കുകയും പകൽ അന്വേഷണങ്ങളും വിഷയങ്ങൾ ന്യൂസ് എടുക്കുകയും ചെയ്തുകൊണ്ട് സേവനം ചെയ്ത മഹാനവർകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബം ഒന്നിച്ച് മദീനയിലേക്ക് ഹിജറ പോയി. അവസാനം എല്ലാ യുദ്ധരംഗങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിച്ചു. അവസാനം മക്കം ഫതഹിന് ശേഷം ത്വായിഫിലേക്ക് പോകുമ്പോൾ ഹുനൈൻ യുദ്ധം നടന്നല്ലോ. നീണ്ട ചരിത്രങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ്. ത്വായിഫിലേക്ക് പോകുന്ന ഈ ത്വായിഫ് കോട്ട ഉപരോധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ 18 ദിവസം നിന്നിരുന്നു. നേരിട്ടൊരു യുദ്ധം നടന്നിട്ടില്ല. കാരണം അവർ കോട്ടയിൽ നിന്ന് ഇറങ്ങിയില്ല, കോട്ടയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിച്ചുമില്ല. അങ്ങനെ അമ്പെയ്ത്തും കല്ലേറും കൊണ്ടുള്ള യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ആ യുദ്ധത്തിൽ പരിക്കേറ്റു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു തആല. ആ പരിക്കേറ്റ രോഗം ശിഫയാകാതെ 2-3 വർഷങ്ങൾ രോഗിയായി കിടന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അബ്ദുള്ള എന്ന പുത്രൻ വഫാത്താവുന്നത്. അതെന്താ പ്രത്യേകം പറയാൻ കാരണം? അതല്ല വിഷയം. നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ ദഅവത്ത് രംഗത്ത് അന്നും ഇന്നും ശോഭിച്ചു നിൽക്കുന്ന തിളങ്ങുന്ന താരങ്ങളാവുന്ന മഖ്ദൂമുകളെല്ലാം ഈ മകൻ്റെ പരമ്പരയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും അറിയപ്പെടുന്ന മഖ്ദൂമുമാർ മുഴുവനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനാവുന്ന അബ്ദുള്ള എന്ന ഈ അബ്ദുള്ളയുടെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മുടെ മഖ്ദൂമുകൾ. ഇന്നും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സേവനത്തിൻ്റെ വെളിച്ചം മഖ്ദൂമുമാരുടെ ഇൽമിൻ്റെ ഖിദ്മത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ബർക്കത്ത് ഖിയാമത്ത് നാൾ വരെ സിദ്ദീഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദീൻ ദഅവത്തിന് അവിടത്തേക്ക് താങ്ങും തണലുമാകുക എന്ന് പറയുന്നു ഇന്നും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ആഖിറം വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ 2 മക്കൾ. ആദ്യത്തെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റുമാൻ, മഹദിയായിരിക്കുന്ന ബീവി ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഉമ്മു റുമാൻ. ചരിത്രങ്ങൾ പരിശോധിച്ച് ഈ ഉമ്മു റുമാൻ എന്ന് പിടുത്തം കിട്ടണമല്ലോ. നിസാഉ മുബശ്ശറാത്തുൻ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്ത്രീകളിൽപ്പെട്ട ഒരു മഹദിയാണ് ഉമ്മു റുമാൻ. മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഇംറഅത്തിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഉമ്മി റുമാൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണാം, സ്വർഗത്തിലെ ഹൂറുകളെ പോലെ സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉമ്മു റുമാനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ഈ ഉമ്മു റുമാനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആദ്യകാലത്തെ വിവാഹം ചെയ്തവരിൽപ്പെട്ട രണ്ടാമത്തെ ഭാര്യ. ജാഹിലിയ കാലത്ത് തന്നെ വിവാഹം ചെയ്തവരാ. അവരെ ആദ്യമായുള്ള വിവാഹമല്ല. ആദ്യം അബ്ദുള്ള എന്ന പേരിൽ ബനു അസദ് ഗോത്രക്കാരനായ ഒരാൾ വിവാഹം ചെയ്യുകയും അവർ മക്കയിൽ വന്ന് താമസമാക്കി. അവർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവുമായി സന്ധി നടത്തി ഹെൽഫിൻ്റെ ബന്ധത്തിൽ ബനു തൈമുമായി സഹകരിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഭർത്താവാവുന്ന അബ്ദുള്ള മരിച്ചപ്പോൾ യമൻകാരിയായ, ഇവിടെ ആരും നോക്കാനില്ലാത്ത, എന്നാൽ മാന്യ തറവാട്ടിൽപ്പെട്ട അസദുകാർ പറഞ്ഞാൽ യമനിലെ ഏറ്റവും ഉന്നത തറവാട്ടുകാരാ. ഷാഫി ഇമാം റളിയല്ലാഹു തആല ഉമ്മ ബനു അസദിൽപ്പെട്ടതാണ്. ആ പെട്ട ഉമ്മു റുമാനെ അന്യാധീനപ്പെടുത്തിക്കൂടാ, അനാഥമാക്കിക്കൂടാ എന്ന നിലക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വിവാഹം ചെയ്യുകയാണ് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ തന്നെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പെട്ടവരാണ് മഹദിയായിരിക്കുന്ന ബീവി ഉമ്മു റുമാൻ. അന്വേഷണത്തിൻ്റെ ഒടുവിൽ അൽഹംദുലില്ലാഹ് സൈനബ് എന്നാണ് ഉമ്മു റുമാൻ്റെ പേര് എന്നും ഒരഭിപ്രായത്തിൽ ദായദ് എന്നാണ് പേര് എന്നും ചരിത്രത്തിൽ കണ്ടു. അപ്പോൾ സൈനബ് എന്ന് അല്ലെങ്കിൽ ദായദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മു റുമാനാണ് മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മൂത്തപുത്രൻ അബ്ദുറഹ്മാൻ്റെയും അബ്ദുറഹ്മാൻ എന്ന മൂത്ത മകനും ചെറിയ മകളല്ല, തൻ്റെ രണ്ടാമത്തെ മകളാവുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു റുമാനിൽ ജനിച്ചതാ. രണ്ടാളെ പറ്റിയും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ആണത്വവും തൻ്റെ ഇടവും ത്രാണിയും വ്യക്തിവിശുദ്ധിയും എല്ലാം നിറഞ്ഞ ആളാണ്
അബ്ദുറഹ്മാൻ. പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബദറിലും മുഹദിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബറിനും എതിരിൽ പോരാടാൻ വേണ്ടി വന്ന സൈന്യത്തിൻ്റെ കൂടെയായിരുന്നു അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നത്. എന്നല്ല, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ പറഞ്ഞു, വാപ്പ, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾ പെട്ടിരുന്നു. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ അപ്പോൾ നേരിടാനും കൊലപ്പെടുത്താനും സാധിക്കുമായിരുന്നു. പക്ഷേ വാപ്പയല്ലേ എന്ന നിലക്ക് ഞാൻ മാറിക്കളഞ്ഞതാണ്. ആദർശത്തിന് വേണ്ടി, ശിർക്കിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും സ്വന്തം രക്തത്തിൻ്റെ ഭാഗമാവുന്ന വാപ്പയല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാൻ ഒഴിഞ്ഞു കളഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വായിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറയണേ, നീ എങ്ങാനും എൻ്റെ കാഴ്ചയിൽപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ രക്തത്തിൽ പറന്ന മകനാണെന്ന പരിഗണന ഒരിക്കലും ഉണ്ടാവില്ല. ആദ്യം നിന്നെ തട്ടിയിട്ടാണ് ബാക്കി കാര്യം. കാരണം തൗഹീദും ഈമാനും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉറച്ചാൽ അതിനെതിരെ നിൽക്കുന്നവന് പിന്നെ രക്തബന്ധമില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഹുനൈൻ യുദ്ധത്തിൻ്റെ മുമ്പായി ഹുദൈബിയ സന്ധിയുടെ കാലത്ത് ആണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അന്ന് മുതൽ ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയായി എല്ലാ രംഗത്തും മുമ്പന്തിയിൽ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൂടെ ഉണ്ടായിരുന്നു. എന്നല്ല, അവസാനം ദീർഘകാലം ഖുലഫാഉൽ അർബഅത്തിന്റെ ഭരണകാലം കഴിഞ്ഞു, ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം കഴിഞ്ഞു, മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണവും കഴിഞ്ഞു. ഹിജ്റ 53 അബ്ദുറഹ്മാൻ വഫാത്താകുന്നു. അങ്ങനെ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശേഷം ചക്രവർത്തിമാരൊക്കെ ചെയ്യുന്നത് പോലെ തൻ്റെ മകൻ യസീദിനെ ഭാവി ഭരണാധികാരിയായി നാമനിർദ്ദേശം ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും അദ്ദേഹത്തെ ഖലീഫയായി, ഭാവി ഖലീഫയായി സ്വീകരിക്കാൻ വേണ്ടി ബൈഅത്ത് ചെയ്യിച്ചു നിർബന്ധപൂർവം. ചിലരൊക്കെ മനസ്സറിഞ്ഞും ചിലർ ഭീതിയുള്ളൂ. അവസാനം മദീനയിൽ മാത്രം പ്രമുഖരായ 4 വ്യക്തിത്വങ്ങൾ മാറി നിന്നു. ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു, മറ്റൊന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, മറ്റൊന്ന് സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, നാലാമത്തത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഈ പ്രമുഖരായ 4 വ്യക്തിത്വങ്ങളും സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു ഖലീഫ ഒരു സമയത്ത്, ഇപ്പം ഞങ്ങൾ മുആവിയക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നിൽക്കട്ടെ, അദ്ദേഹത്തിന് പറ്റൂലെങ്കിൽ രാജിച്ചോട്ടെ, എന്നാൽ ഞങ്ങൾ വേറെ ഖലീഫക്ക് ബൈഅത്ത് ചെയ്യാം. നിലവിലൊരു ഖലീഫ ഉണ്ടായിക്കൊണ്ട് രണ്ടാമത്തെ ഖലീഫക്ക് ഞാൻ ബൈഅത്ത് ചെയ്യൂല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണശേഷം ബാക്കി എല്ലാവരും ആർക്കാ ബൈഅത്ത് ചെയ്യുന്നത്, ഞാൻ ബൈഅത്ത് ചെയ്തോളാം. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറ്റിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ശങ്കയില്ല. കാരണം എന്താ, എല്ലാവരും കൂടി ഇജ്മാ ആയിട്ട് തന്നെ ഖലീഫങ്ങളാണെന്ന് പറഞ്ഞാൽ മൂപ്പരത് ഏറ്റെടുക്കൂല. ഒരു സൂഫിയായിട്ട് നടക്കുന്ന ആളാണ്, ഭരണം ഏറ്റെടുക്കൂല. എങ്കിലും മൂപ്പരത് സ്വീകരിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതാണ് നമ്മളെ വിഷയം, എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ കിസ്റവിയത്തും ഫിൽ ഇസ്ലാം ഇദാ മാത കിസ്റ ഖാമ മഖാമുഹു കിസ്റ ഉഖറ വല്ലാഹി ലാ യകുനു ഫിൽ ഇസ്ലാമി ഹാദാ. ഇസ്ലാമിൽ ഖിലാഫത്തല്ല ഇതുവരെ നടന്നു പോകുന്നത്. ഇനിയൊരു രാജഭരണമോ കിസ്റവിയത്തോ? കിസ്റ ചക്രവർത്തി ഒരാൾ മരിച്ച അയാളെ മകനായിരിക്കും അടുത്ത ഖലീഫ് രാജാവ്, അയാൾ മരണപ്പെട്ട അടുത്ത ആളായിരിക്കും കിസ്റ രാജാവ്. അത് ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് മടുത്തെങ്കിൽ നിങ്ങൾക്ക് രാജിവെച്ച് പോകാം. മുസ്ലിം ലോകം അവർക്ക് ഖലീഫ ആരാണ് എന്ന് അവർ തിരഞ്ഞെടുക്കും. ഇതിന് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ സിദ്ദീഖ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു ആശങ്ക ഉണ്ട്. പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം വഫാത്തായി. വഫാത്തായത് മക്കയിലേക്കുള്ളൊരു യാത്രയിൽ മക്കയിൽ എത്തുന്നതിന് മുമ്പ് വഴിമധ്യേ വെച്ചുകൊണ്ട് വഫാത്താവുകയാണ് ചെയ്തത്. ഹിജ്റ 53. ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി വന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാനെ സിയാറത്തിന് പോയി. സിയാറത്ത് ചെയ്ത് അതിന് ശേഷം പറയാ, ഞാൻ നിങ്ങൾ മരിക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ
നിങ്ങൾ മരിച്ച സ്ഥലം എവിടെയോ അവിടെ തന്നെ നിങ്ങളെ മറമാടുമായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. ഇതൊരു പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കണ്ടേ. ഇന്ന് ഗൾഫിലൊക്കെ, എൻ്റെ ചരിത്രത്തിൽ നിന്ന് വഴിമാറല്ല, ഇത് പുറത്തുള്ളവരും കേൾക്കുന്നുണ്ടല്ലോ, ഗൾഫിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. അവിടെ ജോലിക്കിടയിൽ അപകടം പറ്റിയിട്ടോ അല്ലാതെയോ ഒക്കെ മരിച്ച നല്ല മോമിനീങ്ങളായ ആളുകളെ ലക്ഷങ്ങൾ മുടക്കി എംബാം ചെയ്ത് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് ദിവസങ്ങളോളം ആ മയ്യത്ത് ഐസാക്കി വെച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പള്ളിക്കാട്ടിൽ മറമാടുക എന്ന് പറയുന്ന ഇസ്ലാമിന് അന്യമായ ദുഷിച്ച ഒരാചാരം, ഹറാമാണത്. ഷാഫി മദ്ഹബിലെ മുഅ്തമദായ ഖൗലനുസരിച്ച് മക്കയുടെ പരിസരത്തോ മദീനയുടെ പരിസരത്തോ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തോ ആണെങ്കിൽ മക്കയിലേക്കും മദീനയിലേക്കും ബൈത്തുൽ മുഖദ്ദസിലേക്കും കൊണ്ടുപോകാം. അല്ലാത്ത ഒരു സ്ഥലത്തുനിന്നും അവിടെ മയ്യത്തിന് മറമാടുന്നതിന് കുഴപ്പമില്ലാത്ത മുസ്ലിങ്ങളുള്ള നാടാണെങ്കിൽ കൊണ്ടുപോകാൻ പാടില്ല, ഹറാമാണ്. മരിച്ച നാട്ടിൽ, ജനിച്ച നാടല്ലാതെ അന്യ നാട്ടിൽ മരണപ്പെടുന്നത് മൗത്തുൽ ഖുർബത്തി മൗത്തു ഷഹാദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിദേശത്ത് വെച്ച് മരിക്കുന്ന മരണം രക്തസാക്ഷിത്വമാണ്, ഉഖ്റവിയായ ഷഹീദിന്റെ കൂലിയാണ്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചവം കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ആരും ദേഷ്യം പിടിക്കരുത്, ആ വിഷയത്തിൽ അത്ര ചർച്ച ചെയ്തുകൊണ്ട് പറയാം. ഈ ഷഹീദിന്റെ കൂലി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർബത്തിന്റെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ നാട്ടിൽ അവൻ മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പടച്ചവനെ, അവൻ്റെ അഹ്ലുകാരുടെയും അവൻ്റെ അയ്യാരിൻ്റെയും അവരുടെ ജിവാറിൻ്റെയും ഇടയിലല്ലാതെ മരണപ്പെട്ടതുകൊണ്ട് അവനോട് അനുകമ്പ കാണിക്കാൻ, അവനോട് കാരുണ്യം കാണിക്കാൻ, അവന് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ ആരുമില്ലാത്ത ഈ അന്യദിക്കിൽ വെച്ചാണല്ലോ ഈ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചത്. അതുകൊണ്ട് റബ്ബേ, കാരുണ്യവാനായ റഹ്മാനെ, നിന്റെ റഹ്മത്ത് നീ അവന് കോരിച്ചൊരിച്ചു കൊടുക്കണമേ എന്ന് മലക്കായിക്കത്തുർ റഹ്മത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കെട്ടിക്കൊണ്ടുവന്നിട്ട് ആ പ്രാർത്ഥന നഷ്ടപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, ഒരു നാട്ടിൽ നിന്നിട്ട് എത്ര ദൂരെയാണോ ഒരു മനുഷ്യനെ മരണപ്പെട്ടതെങ്കിൽ ആ നാട്ടിൻ്റെയും ഇവൻ്റെ ജന്മനാട്ടിൻ്റെയും ഇടയിലുള്ള അത്രയും വിശാലത ആ മനുഷ്യൻ്റെ ഖബറിന് നൽകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷങ്ങൾ മുടക്കി ദിവസങ്ങളോളം ഈ മയ്യത്ത് മറമാടെ കെട്ടിപ്പൂട്ടി വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കുക. നമ്മളെ പത്രത്തിലും വരുന്നുണ്ടത്. അതിനിപ്പോൾ പത്രത്തിലുള്ളവരൊന്നും ആലിമീങ്ങളല്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഇന്നാലത്തെ ഫുലാൻ ബിൻ ഫുലാൻ മരണപ്പെട്ട് ഇന്ന ദിവസം മയ്യത്തെത്തും. എന്താണെന്നറിയോ, ശഅബാൻ മാസം ഇന്നോസം കാണുന്ന അറിയും പോലെ മയ്യത്ത് ഇന്നോസം എത്തുന്നത് പത്രത്തിൽ പരസ്യം കൊടുക്കുക. പരസ്യമായി ഞങ്ങൾ ഹറാമ് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ആ ഹറാം ഇവിടെ എത്തിച്ചേരുന്നത് ഇന്നപ്പോഴാണ് എന്ന് മലയാളത്തിൽ പറയാം. ആയിഷ റളിയല്ലാഹു തആല ഞാനിവിടെ ഉണ്ടായിരുന്നു, അത് മക്കത്തിൻ്റെ അടുത്താണ്, മക്കത്തെത്തിയിട്ടില്ലാണല്ലോ, എന്നിട്ട് പോലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിച്ച സ്ഥലത്തല്ലാതെ ഈ പരിശുദ്ധ മക്കയുടെ മണ്ണിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല എന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല. തന്നെയുമല്ല, അന്ന് മരിച്ചയിടത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ വരുമായിരുന്നില്ല. എന്താ, കുടുംബക്കാരെ മയ്യത്ത് മറമാടിയാൽ അവിടെ പിന്നെ എങ്ങനെ സിയാറത്തിന് പോകാൻ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ജായിസാണോ അല്ലേ എന്നാണ് അഭിപ്രായ വ്യത്യാസം. സുന്നത്തില്ല നേതാൽ ഇത്തിഫാക്ക. ബാപ്പ മരിച്ചോടത്ത്, ഭർത്താവ് മരിച്ചോടത്ത്, മക്കൾ മരിച്ചോടത്ത് ഖബറിങ്ങ് പോയിട്ട് സിയാർത്ത് ചെയ്ത് പോരല് ക്ഷമകേടൊന്നും വരൂല, അസ്വസ്ഥതയും പൊറുതുകേടൊന്നും ഉണ്ടാവില്ല. പോയി സലാം പറഞ്ഞ് സിയാർത്ത് ചെയ്ത് പോരാനാണ്. എന്നാൽ ജായിസാണ്. അതേ സമയത്ത് അസ്വസ്ഥതയും പൊറുതുകേടും ഉണ്ടാവുമെങ്കിൽ ഹറാമ് തന്നെയാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. ഹറാമോ കറാഹത്തോ ആവുന്ന അല്ലെങ്കിൽ ജായിസ് ആവുന്നതാണ്. സുന്നത്തില്ല. സുന്നത്ത് പുരുഷന്മാർക്കുള്ളൂ, എന്നാൽ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യൽ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ, അതിൻ്റെ ഉദ്ദേശം അവരിൽ നിന്നിട്ടുള്ള ഈമാനിയായ മദത് ലഭിക്കലാണ്. അത് പുരുഷൻ എന്നതുപോലെ സ്ത്രീക്കും ആവശ്യമുണ്ട്. അതേസമയത്ത് സിയാറത്ത്, കുടുംബക്കാരെ സിയാറത്ത് ചെയ്യുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പെട്ടെന്ന് പഴയ അവസ്ഥ ഓർമ്മ വരാനും അസ്വസ്ഥതയുണ്ടാവാനും ബോധം കെടാനും അട്ടാസിക്കാനും ഒക്കെ കാരണമുള്ളത് കൊണ്ട് സദ്ദുതരിയായ നിലക്ക് പോകണ്ട എന്നാണ് ഇസ്ലാമിൻ്റെ തീരുമാനം. എന്നാൽ ജായിസാവുന്നവരുണ്ട്, സുന്നത്തില്ലെങ്കിലും ആട്ടെ. അങ്ങനെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങോട്ട് വന്ന പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഇപ്പോൾ പറയാൻ പറ്റൂല, അത് വേറെ സീരിയലുണ്ട്. ഞങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിച്ച് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ചെറിയൊരു വിശകലനം ഇടക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞാൽ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും. അതിന് നിങ്ങളാരും വരേണ്ട ആവശ്യമില്ല, ഇരിക്കണോടത്തുനിന്ന് സെറ്റിൽ കിട്ടുന്ന നിലക്ക് നിങ്ങൾ പറയും. അപ്പം അവിടെ ആയിഷ റളിയല്ലാഹു തആല വിസ്തരിച്ച് പറയാനുണ്ട്.
ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത, ഇസ്ലാമിന് ഏറ്റവും ഫലപ്പെട്ട 2 വനിതകളാണ് ലോകത്തുള്ളത്. ഒന്ന് ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഇസ്ലാമിൻ്റെ പ്രാരംഭദശ തൊട്ടിട്ട് 10 വർഷം ഇസ്ലാമിന് വേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ അറിവും തൻ്റെ പരിചയവും തൻ്റെ സമ്പത്തും തൻ്റെ സ്വാധീനവും തൻ്റെ ബുദ്ധിയും യുക്തിയും മുഴുവൻ ഉപയോഗിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരു ഉരുക്ക് കോട്ട പോലെ നിന്ന് നബി തങ്ങൾക്ക് താങ്ങും തണലുമേകിയ സഖിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഓരോ തരിയിൽ മടലിലും ഖദീജ റളിയല്ലാഹു തആലാവിൻ്റെ സേവനം കാണാം. ആയിഷത്ത് തുഹ്റ റളിയല്ലാഹു തആല നേരെ മറിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്ന സമയത്ത് കേവലം 18 വയസ്സേ ഉള്ളൂ ആയിഷ റളിയല്ലാഹു തആല. അവിടുന്ന് 65-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്കാമുകൾ, ഖുർആനും സുന്നത്തും ഫിഖ്ഹും അഖീദയും ഇസ്ലാമിൻ്റെ ജീവൻ ലോകത്ത് പ്രചരിപ്പിച്ച സ്ത്രീകളിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തുൽ തുഹ്റ റളിയല്ലാഹു തആലയേക്കാൾ സ്ഥാനമുള്ള ഒരു സ്ത്രീയും ലോകത്തില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ സേവനം ചെയ്താൻ ഭാഗ്യം ലഭിച്ചത് മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയ്ക്കാണെങ്കിൽ ദീനി ദഅവത്ത് കൊണ്ടിട്ട് പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ അറിവും തൗഫീഖും സമയവും ലഭിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് തുഹ്റ റളിയല്ലാഹു തആല. ഒരുപാട് പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് ആ സീരിയൽ പറയാം, അപ്പോൾ അവിടെ പറയുന്നില്ല. പിന്നെ 2 ഭാര്യമാര്, ഉമ്മുറുമാനാണല്ലോ പറഞ്ഞു പോകുന്നത്. ഈ ഉമ്മുറുമാൻ വഫാത്താകുന്നത് ഹിജ്റ 9 മദീന ഷരീഫിൽ വെച്ചാണ്. ഈ മദീന ഷരീഫിൽ വെച്ച് വഫാത്തായി മറമാടുന്ന സമയത്ത് കേവലം ആകെ 4 സ്ത്രീകളെ മറമാടാൻ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിലൊന്ന് മഹദിയായിരിക്കുന്ന ഉമ്മു റുമാൻ റളിയല്ലാഹു തആല അൻഹയാണ്. അവരുടെ ഖബറിടത്തിൽ ഇറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഷറഫാക്കപ്പെട്ട കയ്യിൽ, ആ മയ്യിത്ത് ഉമ്മയാണല്ലോ, ഭാര്യയുടെ മാതാവ് തൊട്ട് മുറിയാത്ത ഉമ്മയാണല്ലോ, ഉമ്മയെ താഴെ വാങ്ങി ഖബറിൽ വെക്കുക. ആ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഖബറിലേക്ക് താഴ്ത്തി വെക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് മഹദിയായിരിക്കുന്ന ഉമ്മുറുമ. അങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെച്ച സമയത്താണ് എന്ത് പറഞ്ഞത്? മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഇംറഅത്തിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഉമ്മി റുമാൻ. പോകാൻ പോവുകയാണ്. ഇനി മൂടുകല്ല് വെക്കാനേ ഉള്ളൂ. സ്വർഗാവകാശികളിൽ പെട്ടൊരു പെണ്ണിനെ കാണണമെന്ന് പൂതിയുണ്ടെങ്കിൽ അതാ ആ കിടക്കുന്ന ഉമ്മു റുമാനെ നോക്കിയാൽ മതി എന്ന് പറയും. ഇവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2ാമത്തെ പേര്. ആട്ടെ, 3ാമത് അസ്മാ ബിൻത് ഉമൈസ്. ശരിയല്ലേ, അതുകൂടി പറഞ്ഞാണ് ഇന്ന് തീർക്കണം, നീട്ടിയാൽ നാളെ ആളുണ്ടാവില്ല. 3ാമത്തേത് അസ്മാ ബിൻത് ഉമൈസ്. ബഹുമാനപ്പെട്ട ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭാര്യയായിരുന്നു. അവർ 3 മക്കൾ, അബ്ദുള്ള, ഔന് തുടങ്ങി 3 മക്കൾക്ക് ജന്മം നൽകി. മദീനയിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു തആല മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായല്ലോ. ഒന്നും ചരിത്രം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ആ ഷഹീദാവുന്ന സമയത്ത് ചെറിയ പൈതലുകളായ 3 മക്കളാണ് ജഅഫർ റളിയല്ലാഹു തആല അസ്മാവിന്. ഈ മക്കളെ ഏറ്റെടുക്കുകയും ഈ അസ്മായിനെ വിവാഹം ചെയ്യുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തങ്ങളാണ്. ഈ അസ്മാ ആണ് നേരത്തെ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസ്മാ എന്ന് പറയുന്നത്. മറ്റേ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖാണ്. ഇതല്ല, അസ്മാ ബിൻത് ഉമൈസാണ്. നേരത്തെ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന ഈ അസ്മായിനെ കല്യാണം കഴിച്ചു. അവർ ഗർഭിണിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് പോകുന്നത്. കൂട്ടത്തിൽ അവരും പോയിരുന്നു. അവരാണ് ദുൽഹുലൈഫയിൽ വെച്ച് പ്രസവിച്ചതും സംഭവം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവുമ്പോൾ മുലകുടി മാറിയിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂല്ലോ. ആ സമയത്താണ് ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹ പിന്നെ കല്യാണം കഴിച്ചത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ യഹ്യ എന്ന പേരിൽ ഒരു കുട്ടി ഈ അസ്മായിൽ തന്നെ ജനിച്ചിട്ടുണ്ട്. ഇവരാണ് ഇസ്ലാമിന്. അപ്പം മുഹമ്മദ് ബിൻ അബീ ബക്കറിൻ്റെ ഉമ്മ ഈ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹയാണ്. ആട്ടെ, ഞാൻ ചുരുക്കുകയാണ്, സമയം നീളണ്ട. ഇനി 4ാമത്തേത് അൻസാരികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മേലെ മദീനയിലെ സുൻഹ പ്രദേശത്തായിരുന്നല്ലോ താമസിച്ചിരുന്നത്. സുൻഹ പ്രദേശത്തുള്ള ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട 4ാമത്തെ ഭാര്യ ഹബീബ ബിൻത് ഖാരിജ. ഹബീബ ബിൻത് ഖാരിജത്തുൽ അൻസാരിയ. ബാപ്പിയും സഹാബിയാണ്, മോളും സഹാബിയാണ്. അങ്ങനെ ഈ
ഇവരെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചുകൊണ്ട് 3 ഭാര്യമാരുണ്ടല്ലോ. മറ്റയാൾ പോയി, ഇസ്ലാം മതം വിശ്വസിക്കാതെ പോയി. ബാക്കിയുള്ള ഒരു 3 ഭാര്യമാരുണ്ടായി ഉമ്മറുമാനും പെട്ടുപോയി. പിന്നെ അസ്മാവും ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഹബീബയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ഭാര്യൻ്റെ അവിടെ താമസിച്ചാൽ അടുത്ത ദിവസം മറ്റേ ഭാര്യൻ്റെ അവിടെ താമസിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി അവശനായ സമയത്ത് ഇമാമത്ത് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചു. അങ്ങനെ ദിവസങ്ങളോളം സുന്നയിൽ പോകാൻ സാധിക്കാറില്ല. വഫാത്താവുന്ന അന്ന് രാവിലെ സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആശ്വാസം എന്നല്ല, അവിടുന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നത് കണ്ട് പിരിനീക്കി നോക്കി ആളുകളെല്ലാം വല്ലാതെ സന്തോഷിച്ചു. സുബഹിസ്കാരം കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അടുത്തിയെന്നു, നബിയെ തങ്ങൾക്ക് രോഗം കുറച്ച് സുഖമുണ്ടല്ലോ, റാഹത്താണ്, ആഫിയത്താണ്, സുഖമായി വരുന്നു അല്ലേ? നബി തങ്ങളും പറഞ്ഞത് അൽഹംദുലില്ലാ ആഫിയത്താണ്, റാഹത്താണ്. അപ്പോൾ പറഞ്ഞു, ഏതാനും ദിവസങ്ങളായിട്ട് സുന്നയിൽ പോയിട്ടില്ല, ഇന്ന് ഖാരിജത്തിൻ്റെ മകള് ഹബീബിൻ്റെ അവിടുത്തെ ദിവസമാണ്, ഞാനൊന്ന് പോയി വന്നോട്ടെ എന്ന് ചോദിച്ചു. ഓ നിങ്ങൾ പോയിക്കൂടി എന്നറിഞ്ഞു. അങ്ങനെ പോയി അവിടെ എത്തിയിട്ടുള്ളൂ. രാവിലെ സുബഹിസ്കരിച്ചിട്ടാ പോയത്. മൂത്ത സമയമായപ്പോഴേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു, റഫീഖുൽ അഅലയിലേക്ക് നീങ്ങി എന്ന ഭീകരമായ വാർത്തയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുന്നയിലേക്ക് കേൾക്കുന്നത്. അവിടുന്ന് ഓടി വന്നു. മദീന പള്ളി ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. ആ ഭാഗം പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ പറഞ്ഞ ഹബീബ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു 2 കൊല്ലവും 3 മാസവും ഖിലാഫത്ത് നടത്തി പനി ബാധിച്ച് രോഗിയായി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അടുത്ത് വിളിച്ച് മകളാവുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകൻ അബ്ദുറഹ്മാൻ ഉണ്ട്, ഇല്ലായികയല്ല. വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പോയല്ലോ, നീയാണ്. ഞാൻ നിന്നോട് 40 വസക്ക് ഈത്തപ്പഴം പറിക്കാൻ നേരത്തെ സമ്മതം തന്നിരുന്നു മോളെ, ഇനി അത് പറ്റില്ല, ഞാൻ പോവാണ്. നിങ്ങൾ അനന്തരാവകാശികളുടെ സ്വത്തായി മാറിയില്ലേ, ഇനി അവരിൽപ്പെട്ട ഒരാളായിട്ടേ നിനക്കും അത് ലഭിക്കുകയുള്ളൂ. തന്നെയുമല്ല, നിന്റെ 2 സഹോദരിമാരും 2 സഹോദരന്മാരുമാണല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട 5ാമത്തെ ഒരാളായിട്ടല്ലേ നിങ്ങളുള്ളൂ എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമ്മ അഹവായ ഫഅരിഫുഹുമ, 2 ആങ്ങളാര് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അബ്ദുറഹ്മാനും മുഹമ്മദും. ഓക്കെ. അമ്മ ഉഖ്തി അസ്മാ ഫഅരിഫുഹ വമസാനിയ, 2 സഹോദരിമാർ എന്ന് പറഞ്ഞല്ലോ, സഹോദരന്മാർ 2 എനിക്കറിയാം, മുഹമ്മദും അബ്ദുറഹ്മാനും. എന്താ സഹോദരി അസ്മാനി എനിക്കറിയാം, വേറെ സഹോദരിയുടെ. അപ്പൊ പറഞ്ഞു, അതൊന്നു മാഫി ബത്നി ഖാരിജ ബിന്ദ, ഖാരിജത്തിന്റെ മകൾ ഹബീബത്ത് ഗർഭിണിയാണ്, അവർ പ്രസവിക്കുമ്പോൾ അതൊരു മകളാകും എന്ന്. അലഖദ് ഉൽഖിയ ഫീ റൂഇ, എനിക്ക് ഇൽഹാം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇൽഹാമായിട്ട് ഇവരും ലഭിച്ചിരിക്കുന്നു. ഖാരിജത്തിന്റെ മകൾ ഹബീബ പ്രസവിക്കുന്നത് ഒരു മോളായിരിക്കും. അങ്ങനെ വരുമ്പോൾ നീയും നിന്റെ അനുജത്തിയും നിന്റെ ജ്യേഷ്ഠത്തിയും അങ്ങനെ ഈ കുട്ടി ജനിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം ജനിക്കുന്നത്, മാസങ്ങൾക്ക് ശേഷം ജനിച്ചു നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ മോളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ വസിയത്ത് ചെയ്തതനുസരിച്ച് ഈ കുട്ടിയെ ദത്തെടുത്ത് പോറ്റിയത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സാങ്കരൻ മകനുണ്ടാകുമ്പോൾ മകനാണ് അവകാശം, പക്ഷേ വാപ്പൻ്റെ വസിയത്ത് കൊണ്ടിട്ട് മകളാണ് പോറ്റി, ആയിഷ ബീവിയാ പോറ്റി വളർന്ന്. അതുകൂടി പറഞ്ഞ് നിർത്തായി. ചെറിയ കുട്ടിയാണല്ലോ, പ്രായപൂർത്തിയോട് ഇങ്ങനെ അടുത്ത് വന്ന സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം ആലോചിച്ച്. ആരോടാ? ആയിഷ ബീവിയാണല്ലോ രക്ഷിതാവ്, ആയിഷ ബീവിയോട് നേരിട്ട് തന്നെ. എന്തിനാ? അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകള് ഫാത്തിമ ബീവിൻ്റെ ചെറിയ മോള് ഉമ്മു കുൽസൂമിനെ ആര് കെട്ടീന്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറയും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് വയസ്സെത്ര അത് നോക്കണ്ട, അലിയാർ പറഞ്ഞും ചെയ്തു കല്യാണം അന്വേഷിച്ചപ്പോൾ. ഉമർ തങ്ങളെ, അത് ചെറിയ പൈതൽ കുട്ടിയല്ലേ, നിങ്ങൾ വയസ്സായ മനുഷ്യനും. അപ്പം പറഞ്ഞു, എനിക്ക് പെണ്ണിൻ്റെ ആവശ്യത്തിനല്ല മോനെ, എനിക്ക് പെണ്ണിൻ്റെ ആവശ്യം എന്തൊക്കെ കഴിഞ്ഞാൽ അതല്ല ആവശ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കുല്ലു നസബിൻ വസബബിൻ മുൻഖതിഉ യൗമൽ ഖിയാമ ഇല്ലാ നസബി വസബബി.
കുടുംബ ബന്ധവും കെട്ടുബന്ധവും ആഖിറത്തിൽ ചെന്നാൽ എല്ലാം മുറിഞ്ഞു പോവും. എന്നോടുള്ള കുടുംബ ബന്ധവും എന്നോടുള്ള കെട്ടുബന്ധവും ആഖിറത്തിൽ മുറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പുത്രിമാരെ നേരിട്ട് എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ മകളെങ്കിലും കെട്ടിയിട്ട് ഹബീബിനോടുള്ളതായിരിക്കുന്ന ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. ഒരു കുട്ടി ഉണ്ടായി, അത് വേറെ വിഷയം. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയാം, അവിടെ പറയും. എന്നതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഈ മോളെ കെട്ടാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹു അതൊരു അംഗീകാരവും ബഹുമാനവുമായിട്ടാണ് കണ്ടത്. കാരണം ഖലീഫയാണ്, ലോകം കണ്ട പേടിക്കുന്ന, കിസ്രയും കൈസറും നെട്ടുന്ന ലോകമഹാചക്രവർത്തിയായ ഫഖീർ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. ഉടുതുണിക്ക് മറുതുണിയില്ല, സ്വന്തമായി ഒന്നുമില്ല, ഒരൊറ്റ തുണി കൊടുത്ത് ഒരു മുണ്ടുകൊണ്ട് പൊതിച്ച് കയ്യിൽ ഒരു വടിയുമായിട്ട് നടക്കുന്ന, എട്ടിയോടത്ത് ആ വടി താഴെ വെച്ച് ഒരു കയ്യും തലക്ക് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കല്യാണം പറഞ്ഞു. നിങ്ങൾ കല്യാണം പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാൻ. റളിയല്ലാഹു അൻഹു പോയാട് കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞ്? മോളെ അങ്ങനെ പറയാൻ പാടില്ല, നമ്മളെ ഖലീഫ അമീറുൽ മോമിനീൻ നബി തങ്ങളുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്, നമ്മളെ വാപ്പ സിദ്ദീഖ് തങ്ങളുടെ അങ്ങേയറ്റത്തെ സുഹൃത്താണ്, മൂപ്പര് കല്യാണം അന്വേഷിക്കുമ്പോ എനിക്കത് വേണ്ട. അങ്ങനെ പറയല്ലേ മോളെ, എനിക്കത് വേണ്ട. എന്താ മോളെ അങ്ങനെ പറയുന്നത്? അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി നടക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യനോടാണോ നിങ്ങൾ എന്നെ കല്യാണം പറയുന്നത്? എനിക്കത് വേണ്ട, എനിക്ക് നല്ല ചുറുചുടുക്കുള്ള ചൂടുള്ള ഒരു യുവാവ് വേണം, അത് തന്നെ ഇഷ്ടം പോലെ സാമ്പത്തികമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു തരാൻ പറ്റുന്ന ആളല്ലാതെ എനിക്ക് വേണ്ട. വീണ്ടും അങ്ങനെ നമുക്ക് ഖലീഫ ഉമർ ഖത്താബിനോട് പറയാൻ പറ്റൂലല്ലോ മോളെ. ഒരു പക്ഷേ മേലിൽ ഈ വാക്ക് പറയാൻ പാടില്ല. ഇനി പറഞ്ഞാൽ ലഅഖ്റുജന്ന ഇലാ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല അസീഹന്ന ബിഹി. ആയിഷ ബീവി തന്നെ പോറ്റി വളർത്തി കെട്ടിക്കാനായ സമയത്ത് ആ കുട്ടി പഠിച്ച ഇസ്ലാമാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ അടുക്ക ചെന്നിട്ട് തങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഇസ്തിഗാസ ചെയ്യും. വഫാത്തായി മറവിട്ട് കബറടങ്ങി കിടക്കുന്ന ഹബീബിനെ വിളിച്ച് ഈ കല്യാണ കാര്യത്തിൽ ഞാൻ ഇസ്തിഗാസ ചെയ്യും. ആയിഷാബി പേടിച്ചു പോയി. ശിർക്കാണ് മോളെ അങ്ങനെ പറയല്ലേ എന്നല്ല പറഞ്ഞത്, പേടിച്ചു പോയി. വേണ്ട, നമുക്ക് ആ ബന്ധം വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ വിചാരിച്ചേക്കല്ല, പിന്നെ രക്ഷിതാവില്ലാത്ത കുട്ടിയും അല്ലേ, അപ്പം അവരെ സമ്മതം വാങ്ങാതെ നമുക്ക് നിവൃത്തിയില്ലല്ലോ, നിങ്ങൾ വിഷമൊന്നും കരുതരുത്. പിന്നെ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ആണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചത്. അപ്പം ചുരുക്കത്തിൽ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉൾക്കൊള്ളുന്ന 4 ഭാര്യമാരുണ്ടായിരുന്ന, അതിൽ 3 ഭാര്യമാരും മുഅ്മിനത്തുകളാണ്, 1 ഭാര്യ മാത്രം അങ്ങനെ പോയി. ബാപ്പയും ഉമ്മയും മുഅ്മിനാണ്. പൂർണ്ണമായും മക്കളും പേരമക്കളും ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വന്ന ഒരു കുടുംബം അക്കാലത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെതല്ലാതെ ഇല്ല. ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിൻ്റെ മുമ്പത്തെ ചരിത്രം. അതുവരെ പറഞ്ഞു. നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഇസ്ലാം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സ്നേഹബന്ധവും ജാഹിലിയ കാലത്ത് വ്യക്തിപരമായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്വഭാവ വ്യക്തി വൈശിഷ്ട്യങ്ങളും ഇൻഷാ അല്ലാഹ്